എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ആക്സെപ്റ്റഡ് ഡാറ്റ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് lbscenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അതായത് LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്ന ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ വെരിഫൈഡ് ഡാറ്റയുടെ സ്റ്റാറ്റസ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റിമാർക്സോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയുള്ള എന്തെങ്കിലും റിമാർക്സോ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ആ ഒരു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതായത് അപേക്ഷയുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള സ്റ്റാറ്റസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷകർ അപേക്ഷാ നമ്പർ, രജിസ്ട്രേഷൻ ID, അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി അപേക്ഷേൻ്റെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത് സമർപ്പിച്ച അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ഡാറ്റ, അതായത് ആക്സെപ്റ്റഡ് ഡാറ്റ പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു LBS വെബ്സൈറ്റിലെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ പിന്നീട് നിങ്ങളോട് ചോദിക്കും ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് രജിസ്ട്രേഷൻ ID എവിടെയാണ് കിട്ടുക, എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ അഥവാ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ള കാര്യം പറയാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വെരിഫൈഡ് ഡാറ്റ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ലിങ്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് വെരിഫൈഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഇതുപോലെ ജസ്റ്റ് ഒരു ബോക്സിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ അതായത് വെരിഫൈഡ് ഡാറ്റ പരിശോധിക്കുക. അതായത് ആക്സെപ്റ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് പരിശോധിക്കുക. പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും, അത് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പരിശോധിക്കുക. പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഥവാ LBS സെൻറ്റർ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. ആ ഒരു ആക്സെപ്റ്റഡ് ഡാറ്റയിൽ റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് തെറ്റുള്ളത് അത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു തെറ്റെന്താണോ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ LBS സെൻറ്റർ ഒരു തെറ്റും കണ്ടെത്തിയിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അതായത് LBSൻ്റെ റിമാർക്സ് ആയിട്ടൊന്നും ഇല്ല, എന്നാൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിമാർക്സിൻ്റെ അവിടെ തന്നെ റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് ഉണ്ടാവും. അതായത് ടെക്സ്റ്റ് ബോക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട്, അതായത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബോക്സാണ്. അവിടെ നിങ്ങൾ എന്താണോ നിങ്ങൾ കണ്ടെത്തിയ റിമാർക്സ് എന്ന് കൊടുത്തിട്ട് ആഡ് റിമാർക്സ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്ഷനിൽ ആ റിമാർക്സ് ആഡ് ചെയ്യുക. അതിനുശേഷം അവിടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്താണോ റിമാർക്സ് ആയിട്ട് കണ്ടെത്തിയത്, ആ ഒരു കാര്യം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് എന്താണോ അത് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് PDF രൂപത്തിലാക്കി ആ ഒരു അപ്ലോഡ് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് അത് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ള കറക്റ്റ് ഡോക്യുമെൻ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾ കണ്ടെത്തിയ തെറ്റ് പരിഹരിക്കാനായിട്ട് ചെയ്യേണ്ടത്. ഓൾറെഡി അവിടെ റിമാർക്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണോ റിമാർക്സ് അത് ആ ഒരു റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ PDF രൂപത്തിലാക്കി സ്കാൻ ചെയ്ത് PDF രൂപത്തിലാക്കി നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു രജിസ്ട്രേഷൻ ID എവിടെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID മറന്നുപോയി എന്ന് വിചാരിക്കുക. ആദ്യം നമുക്ക് പാസ്വേഡിൻ്റെ കാര്യം പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും. അത് എന്താണോ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ്, പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഏതാണോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ID അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതായത് മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ID അതല്ലെങ്കിൽ ചലാൻ നമ്പർ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ഇമെയിൽ ID, അപ്പോൾ നിങ്ങളുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID ഏതാണോ അത് കറക്റ്റായിട്ട്, അത് നിങ്ങൾ ഏതാണോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ
കൊടുക്കുമ്പോൾ കൊടുത്ത ഇമെയിൽ ID അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിക്കവറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഇമെയിൽ IDയും കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ റിക്കവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ ഇവിടെ താഴെയായിട്ട് യുവർ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നുള്ള ഭാഗത്ത് ഇവിടെ താഴെയായിട്ട് വരുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും കൊടുക്കാതെ ഞാൻ ജസ്റ്റ് റിക്കവറിൽ ക്ലിക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇൻവാലിഡ് ഇമെയിൽ ID, DOB, മൊബൈൽ നമ്പർ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ID അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, ചലാൻ നമ്പർ എന്നിവ റിക്കവറായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കുക. ഇവിടെ നിങ്ങൾ കാണാം 28-ാം തീയതി വന്നിട്ടുള്ള അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ എന്താണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള റിമാർക്സ് എന്ന് പറയുന്നത്, അതായത് റിമാർക്സ് ആയിട്ട് എന്താണോ LBS സെൻറ്റർ കൊടുത്തിട്ടുള്ളത് ആ ഒരു തെറ്റ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു PDF കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ കൃത്യമായിട്ട് ഏറ്റവും താഴെയായിട്ട് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കാണാം റിമാർക്സ് എന്താണ്, റീസൺ ഓഫ് റിമാർക്സ്, ആ റിമാർക്സിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് റിമാർക്സ് എന്താണ് എന്നുള്ളതും പിന്നീട് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു റിമാർക്സ് പരിഹരിക്കാനായിട്ട് എന്നുള്ളതുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് എന്താണ് റിമാർക്സ് നിങ്ങളുടെ ആ ഒരു ആക്സെപ്റ്റഡ് ഡാറ്റയിൽ കാണിക്കുന്നത്, അത് പരിഹരിക്കാനായിട്ട് എന്താണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇവിടെ 30/6/2025 അതായത് ഇന്ന് വന്നിട്ടുള്ള ആക്സെപ്റ്റഡ് ഡാറ്റ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സർക്കുലറാണ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് നോക്കാം അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിച്ച അപേക്ഷകരുടെ വ്യക്തിഗത അക്കാദമിക വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. സർക്കാർ ഓർ സ്വാശ്രയ സ്ഥാപനങ്ങളിലെ 2025-26 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള സ്വീകാര്യമായ വ്യക്തിഗത അക്കാദമിക വിവരങ്ങൾ, അതായത് വെരിഫൈഡ് ഡാറ്റ LBS സെൻറ്റർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപേക്ഷാർത്ഥികൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഇവ പരിശോധിക്കേണ്ടതും ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി 5/7/2025 വൈകുന്നേരം 5 മണി വരെയുമാണ്. പുതിയ ക്ലെയിമുകൾ, അവകാശവാദങ്ങൾ നൽകുവാൻ സാധിക്കില്ല. വിവരങ്ങൾ പരിശോധിച്ച് വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്താത്തതും അതുപോലെ ആവശ്യപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തതും കാരണമുള്ള അനന്തരഫലങ്ങൾക്ക് അപേക്ഷാർത്ഥികൾ തന്നെയാകും ഉത്തരവാദി. ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ ക്ലെയിം അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.